ആവുന്നുണ്ട്. എന്നുവെച്ചാൽ ആദ്യത്തെ ആ ഒരു ഇതിനെ കഴിഞ്ഞ് നല്ല രീതിക്ക് ഒരു ഗ്ലോ വന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്റെ സ്കിന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത്യാവശ്യം നല്ല പോലെ ടാൻ അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്കിന്ന് കുറച്ച് ഡള്ളാണ് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് എടുക്കാൻ പോയിട്ട്. അപ്പോൾ ഞാൻ അൺഎക്സ്പെക്ടഡ് ആയിട്ട് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇത്. സത്യം പറഞ്ഞാൽ ഞാൻ ഒരു മോഡൽ യൂസ് ചെയ്തു. അപ്പോഴത്തേക്ക് എനിക്ക് ഇപ്പോ നാളെ ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഇന്ന് അത്യാവശ്യം സ്കിന്ന് നല്ല ഡള്ളാണ്. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു പ്രോഡക്റ്റ് ആണ് ഞാനിന്ന് പറഞ്ഞു തരാൻ പോന്നെ. അതും വേറെ 6 സ്റ്റെപ്പ്. അതായത് ഒരു ഫേഷ്യൽ കിറ്റ് കൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് സ്കിൻ ഒന്ന് ബ്രൈറ്റൻ ആയിട്ട് എടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഏതാണ് ആ പ്രോഡക്റ്റ്സ് എന്നും നമുക്ക് എല്ലാം വഴിയെ കാണാം. അപ്പൊ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. അപ്പൊ ഇതാണ് ആ പ്രോഡക്റ്റ്. ഫ്രീ സ്കിന്നിന്റെ കൊറിയൻ ഗ്ലാസ് സ്കിൻ എന്ന് പറയുന്ന ഒരു ഫേഷ്യൽ കിറ്റ് ആണ്. ഇതിൽ പ്രധാനമായിട്ടും 6 സ്റ്റെപ്സ് ആണ് വരുന്നത്. അപ്പൊ ഇത് ഞാൻ എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു ബോക്സിന്റെ അകത്ത് 6 സ്റ്റെപ്സ് വരും. അതായത് 6 കുട്ടി പാക്കറ്റ്സ് ഉണ്ട്. അതായത് ക്ലെൻസിങ് ഉണ്ട്, മസാജ് ക്രീം, അങ്ങനെ 6 പാക്കറ്റ്സ് വരും. അപ്പോൾ ഈ പാക്കറ്റ്സിന്റെ ഫ്രണ്ടിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഏതൊക്കെ എത്രാമത്തെ സ്റ്റെപ്പിലാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത്. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഇതൊന്ന് യൂസ് ചെയ്താൽ മാത്രം മതി. അപ്പൊ ഇതെങ്ങനെ യൂസ് ചെയ്യണമെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പൊ ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലെൻസിങ് ആണ്. അപ്പൊ നമുക്ക് ക്ലെൻസ് ചെയ്യാം. അപ്പൊ ക്ലെൻസർ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഫേസിൽ നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നല്ല രീതിക്ക് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ നമ്മുടെ സ്കിന്നിലുള്ള എക്സസ് ആയിട്ടുള്ള ഓയിലും അതുപോലെ തന്നെ ഡൗട്ട്സും ഇമ്പ്യൂരിറ്റീസും ഒക്കെ പോവുള്ളൂ. അപ്പോൾ എത്രത്തോളം മാക്സിമം റബ്ബ് ചെയ്യാൻ പറ്റുമോ ഹാർഷ് ആക്കാണ്ട് റബ്ബ് ചെയ്ത് കൊടുക്കാം കേട്ടോ. സോ ക്ലെൻസ് ചെയ്തിട്ട് നമുക്ക് ഫേസ് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കാം. ഒരു 5 to 7 മിനിറ്റ്സ് വരെക്കെങ്കിലും ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കാം കേട്ടോ ക്ലെൻസിങ് ചെയ്യുമ്പോൾ. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ക്രബ് ആണ്. അപ്പോൾ ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഫേസിലും അതുപോലെ തന്നെ നെക്കിലും ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കുക. ഇതും സെയിം 5 to 7 മിനിറ്റ്സ് തന്നെ നമുക്ക് സ്ക്രബ് ചെയ്ത് കൊടുക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് സ്ക്രബ് ചെയ്യാം. പിന്നെ ഇതിടുമ്പോൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കാനായിട്ടുള്ള കാര്യം കണ്ണിന് ചുറ്റും ഇടാണ്ടിരിക്കുക. സപ്പോസ് കണ്ണിലാവുകയാണെങ്കിൽ കുറച്ച് ഇറിറ്റേഷൻ ഉള്ളത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. സോ മാക്സിമം കണ്ണിന് ചുറ്റും അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കാം. സോ ഇനി നമുക്ക് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ഇതും 5 to 7 മിനിറ്റ്സ് സ്ക്രബ് ചെയ്ത് കൊടുക്കട്ടെ. ഇതിന് കുഞ്ഞ് മറ്റേ ബീഡ്സ് ഉള്ളത് കൊണ്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ടോ, കുഞ്ഞ് ബീഡ്സ് പോലത്തെ ഒരു സാധനം വരുന്നുണ്ട്. അതിനെ നല്ലതുപോലെ എക്സ്പോളിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നെക്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കാൻ മറക്കല്ല കേട്ടോ, അല്ലെങ്കിൽ ഫേസ് കുറച്ച് ബ്രൈറ്റൻ ആയിരിക്കും. നെക്കിന്റെ പോർഷനിൽ വന്ന് കുറച്ച് കളർ കുറഞ്ഞ പോലെ തോന്നും. അപ്പോൾ സ്ക്രബ് ചെയ്ത് കൊടുക്കാം. മെയിൻലി ഫോക്കസ് ചെയ്യാനുള്ള ഈ ഒരു നോസിന്റെ ഭാഗത്താട്ടോ. നമുക്ക് കൂടുതലും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സ് ഒക്കെ ഈ ഒരു ഭാഗത്തല്ലേ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഭാഗത്ത് കുറച്ചൊന്ന് ഫോക്കസ് ചെയ്യാനായിട്ട് നോക്കാം. ഓക്കെ, സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി ഇത് വാഷ് ചെയ്യാം. അപ്പൊ ഞാൻ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഫേസിൽ ഉണ്ടാവുന്ന വെള്ളം ഫുള്ള് നമുക്ക് വൈപ്പ് ചെയ്യണ്ട. ഒരു ചെറിയൊരു നനവ് ഫേസിൽ ഉണ്ടായിരിക്കണം കേട്ടോ. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ജെല്ലാണ് കേട്ടോ. നമുക്ക് ഈ ഒരു ജെല്ലാണ് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനുള്ളത്. അപ്പൊ ഈ ജെല്ല് നമുക്കിനി ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതും 5 to 7 മിനിറ്റ്സ് നല്ല രീതിക്ക് മസാജ് ചെയ്ത് കൊടുക്കാം ഫേസിലോട്ട്. ഫേസിൽ മാത്രമല്ല കഴുത്തിൽ നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മസാജിങ് ക്രീമാണ്. അപ്പോൾ അത് ഞാൻ ഓൾറെഡി പൊട്ടിച്ചപ്പോഴാണ് വീഡിയോ എടുക്കുന്ന കാര്യം ഓർമ്മ വന്നേ. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ ഒരു മസാജിങ് ക്രീം നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. ഇതും അത്യാവശ്യം 10 to 15 മിനിറ്റ് നമ്മുടെ സ്കിന്നിൽ മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കുക. ഇതും സെയിം വെയിൽ തന്നെയാ ഫേസിലും നെക്കിലും ഒരുപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മളെ ഫേസിലും നെക്കിലും നല്ല രീതിക്ക് മസാജിങ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മോയ്സ്ചറൈസിങ് മാസ്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു 15 മിനിറ്റ് വരേക്കും വച്ചേക്കാം. നമ്മുടെ ഈ ഒരു പാക്ക്, അതായത് ഈ ഒരു മാസ്ക് ഉണങ്ങി കിട്ടുമ്പോൾ നല്ല രീതിക്ക് ഡ്രൈ ആയതിനു ശേഷം മാത്രം നമുക്ക് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതിയാവും. കളഞ്ഞു പകുതി കുഴപ്പമില്ല. ഒരു പാക്ക് ഇടുമ്പോൾ അത്യാവശ്യം ജോക്കറിനെ പോലെയൊക്കെ ഇരിക്കുക. അത് നമ്മൾ കാര്യമാക്കണ്ട. മീൻസ് ഇതിടുമ്പം പിന്നെ ചെറുതായിട്ടൊരു നീറ്റൽ പോലെയൊക്കെ ഫീൽ ചെയ്യാം. അത് നമ്മുടെ സ്കിന്നിന്റെ ഈ ഒരു പ്രോഡക്റ്റ് അബ്സോർവ് ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു നീറ്റൽ വരുന്നത്. അല്ലാണ്ട് വേറെ ഒരു കുഴപ്പവും ഇല്ല കേട്ടോ. അപ്പൊ ഇത് നമുക്ക് ഒരു 15 മിനിറ്റ് വരേക്കും ഡ്രൈ ആവുന്നത് വരെ വെച്ചേക്കാം. അത് കഴിഞ്ഞ് മാത്രം വാഷ് ചെയ്യാം നമുക്ക്.
ഗൈസ്, അപ്പോൾ ഇത് നല്ല രീതിക്ക് ഉണങ്ങിയിട്ടുണ്ട്. 15 മിനിറ്റ് വരെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്കിത് വാഷ് ചെയ്യാം. ഞാൻ വാഷ് ചെയ്തു. ഇപ്പൊ തന്നെ സ്കിന്നിന് അത്യാവശ്യം നല്ല രീതിക്ക് ഒരു സ്കിൻ ടോൺ വേരിയേഷൻ വന്നിട്ടുണ്ട്. ഒരു ഫ്രഷ്നെസ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയൊരു ഗ്ലോയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഇനിയുള്ള ഒറ്റ സ്റ്റെപ്പ് കൂടെയാണ് ഇത്. ലാസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്, വേറെ ഒന്നുമല്ല. ഒരു ഫേസ് സെറം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനാണ്. അപ്പൊ കംപ്ലീറ്റ് ആയിട്ട് എടാ എനിക്ക് സത്യത്തിന് ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ട്. എന്നുവെച്ചാൽ ആദ്യത്തെ ആ ഒരു ഇതിനെ കഴിഞ്ഞ് നല്ല രീതിക്ക് ഒരു ഗ്ലോ വന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് സ്റ്റെപ്പ് ഈ സെറം ആണ്. നമുക്ക് സെറം അപ്ലൈ ചെയ്ത് കൊടുക്കാം. സെറം അപ്ലൈ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് സർക്കുലർ മോഷനിൽ മസാജ് ചെയ്ത് കൊടുക്കാൻ നോക്കാം. എങ്കിൽ മാത്രമേ നമ്മുടെ സ്കിന്നിൽ അബ്സോർവ് ആയിട്ട് നല്ല രീതിക്ക് റിസൾട്ട് കിട്ടുള്ളൂ. അപ്പൊ ആ ഒരു ഗ്ലോ വിസിബിൾ ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഈ ഒരു സെറം നല്ല രീതിക്ക് മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കുക. അപ്പൊ കണ്ടില്ലേ, എന്റെ സ്കിൻ ഫസ്റ്റത്തെ വെച്ച ഒരു ഷെയ്ഡ് എനിക്ക് ബ്രൈറ്റൺ ആയ പോലെ ഫീൽ ആയിട്ടുണ്ടായിരുന്നു. ഞാൻ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫോട്ടോ കാണിച്ചത് നല്ലൊരു ചേഞ്ച് തന്നെ ഇല്ലേ, നിങ്ങൾ എന്നെ കണ്ടിട്ട് പറയും. അപ്പോൾ ഈ പ്രോഡക്റ്റിന്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ അടുത്താണ്. ബൈ.